ഈ തദ്ദേശ ചിത്രത്തിലെ കക്ഷിനില പരിശോധിക്കുമ്പോൾ പോയ തെരഞ്ഞെടുപ്പിലെ കക്ഷിനില പരിശോധിക്കുമ്പോൾ ഏറെ ആത്മവിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടാകും. ഇടതുമനസ്സിനോടൊപ്പം എന്നും ചേർന്ന് നിൽക്കുന്ന മണ്ണ് കൂടിയാണ് പത്തനംതിട്ടയുടെ മണ്ണ് എന്ന് പറയുന്നത്. ഈ NDAക്ക് ഇനി കൂടുതലായി അവിടെ എന്ത് ചെയ്യാനാകും? 3 പഞ്ചായത്തുകളിൽ ഇപ്പോൾ ഭരണമുണ്ട്, ഒരു നഗരസഭയിൽ ഇപ്പോൾ ഭരണമുണ്ട്. അപ്പോൾ കൂടുതൽ പ്രാതിനിധ്യം കൂട്ടിച്ചേർക്കാൻ തന്നെയായിരിക്കും NDAയുടെ ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിലെമ്പാടുമുള്ള വികസന പ്രവർത്തനങ്ങളുടെ കേരളത്തിലെമ്പാടും ഇടതുപക്ഷ സർക്കാരുകൾ 2 ടേമുകളിലായി കാഴ്ചവെച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച അത് പത്തനംതിട്ടയ്ക്ക് കൂടെ അവകാശപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് ആരോഗ്യരംഗത്തെ വിവിധ നേട്ടങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രി പത്തനംതിട്ടക്കാരി കൂടി ആയതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി നേട്ടങ്ങൾ പത്തനംതിട്ടയെ ഏത് രീതിയിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്ന് പരിശോധിക്കുമ്പോൾ പത്തനംതിട്ട ചർച്ച ചെയ്യുന്നത്? UDFന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് പത്തനംതിട്ടയിൽ? വിനിഷ, പത്തനംതിട്ടയിൽ തിരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിയിരിക്കുകയാണ്. മുന്നണികളെല്ലാം തന്നെ തയ്യാറാക്കുകയും അതിനുള്ള നെട്ടോട്ടത്തിലുമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം, ജില്ലയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെയും ഒരു മുന്നണിയും നടത്തിയിട്ടില്ല. അത് അതിവേഗം നടത്തുമെന്ന് LDFും UDFും NDAയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ പത്തനംതിട്ടയെ സംബന്ധിച്ചോളം LDFിനെ സംബന്ധിച്ചോളം വലിയ പ്രതീക്ഷയാണ്. കാരണം അതായത് കയ്യിലുള്ള റിലേ ബാറ്റിനോട്ട് മുന്നോട്ട് കുതിച്ചാൽ മതി. കഴിഞ്ഞ 2 തവണയും വലിയ വിജയം നേടുന്നു. കഴിഞ്ഞ തവണ വിനീഷ തന്നെ ആ കണക്കുകൾ പറഞ്ഞ് ഞാൻ ആവർത്തിക്കുന്നില്ല. ബഹുഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും LDF ആണ് ഭരിക്കുന്നത്. അപ്പോൾ ഇത്തവണ പ്രചരണത്തിനിറങ്ങുമ്പോഴത്തേക്ക് 2 പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, സംസ്ഥാന സർക്കാർ നേട്ടം വിവരിക്കുന്നതിനോടൊപ്പം വിനീഷ സൂചിപ്പിച്ച പോലെ ആരോഗ്യമേഖലയിൽ മാത്രമല്ല പത്തനംതിട്ട ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വികസന പദ്ധതികളാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെമ്പാടും നടപ്പാക്കുന്നത്. അത് ആരോഗ്യമേഖലയിൽ പ്രത്യേകിച്ച് എല്ലാ താലൂക്ക് ആശുപത്രികളിലൊക്കെ പുതിയ കെട്ടിടങ്ങളുടെ പണി അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. പല കെട്ടിടങ്ങളും പൂർത്തിയാക്കി ഉദ്ഘാടനത്തിൽ ഒരുങ്ങി നിൽക്കുന്നു. അതിനോടൊപ്പം പ്രധാനപ്പെട്ട കാര്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ തനത് ഫണ്ട് കൊണ്ടും അല്ലെങ്കിൽ വ്യത്യസ്ത ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വികസന നേട്ടങ്ങൾ, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ലോകത്തിന് തന്നെ മാതൃകയായിരിക്കുന്ന, ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷേ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് സംസ്കരണ പ്ലാന്റ് കുന്നതാനത്ത് കിൻഫ്രയിൽ ആരംഭിച്ചു. കിൻഫ്രയുടെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീടുകളിൽ ഈ ഹരിതകർമ്മസേന സ്വീകരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ അത് റീസൈക്കിൾ ചെയ്ത് പുനരുപയോഗിക്കുന്ന തരത്തിലേക്ക് മാറ്റുക. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇപ്പോൾ അവിടെ അതിൻ്റെ ക്യാൻവാസ് നിർമ്മിക്കുന്ന ഘട്ടത്തിലാണ്. അപ്പം അത് പ്രഖ്യാപനമല്ല, പദ്ധതി യാഥാർത്ഥ്യമാക്കി. അങ്ങനെ ഗ്രാമപഞ്ചായത്തുകളും നിരവധി പദ്ധതി നമുക്കറിയാം. കഴിഞ്ഞ തവണ ഏറ്റവും ചർച്ച ചെയ്തത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റായി രേഷ്മ മറിയം റോയി തിരഞ്ഞെടുക്കപ്പെട്ടാണ്. രേഷ്മയെ 2 തവണയാണ് ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്ത് സ്വരാജ് ട്രോഫി ജില്ലയിൽ ലഭിച്ചത്. അങ്ങനെ ഏറ്റവും ചെറുപ്പക്കാരിയായി പഞ്ചായത്ത് പ്രസിഡന്റാവുന്ന രേഷ്മ 2 തവണ ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തായി സ്വരാജ് ട്രോഫി കിട്ടുന്നു. അതും തുടർച്ചയായി കിട്ടുന്നു. അപ്പം രേഷ്മയുടെ പഞ്ചായത്തിലേക്ക് പോയ ഒട്ടനവധി പദ്ധതികൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പഞ്ചകർമ്മ ചികിത്സാ പദ്ധതി, അതിൻ്റെ ആശുപത്രിയുടെ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം യാഥാർത്ഥ്യമാകുന്നു. റോഡുകൾ, പ്രധാനമായും അരുവാപ്പുലം റൈസ് എന്ന് പറഞ്ഞുകൊണ്ട് അരുവാപ്പുലത്തിൻ്റെ പേരിൽ തന്നെ റൈസ്, ചില്ലി മുളക് തുടങ്ങി ബ്രാൻഡ് ചെയ്യപ്പെടുന്ന ഒട്ടനവധി പ്രൊഡക്റ്റുകളാണ് രേഷ്മ മറിയം റോയിയുടെ ആ അരുവാപ്പുലം പഞ്ചായത്തിൽ നിന്ന്. അങ്ങനെ നിരവധി പഞ്ചായത്തുകളിൽ നിരവധി പദ്ധതികൾ. ഞാൻ സൂചിപ്പിച്ചു വന്നത് തനതായ പദ്ധതികൾ അല്ലെങ്കിൽ പഞ്ചായത്ത് നടത്തിയ ഇടതുപക്ഷത്തിൻ്റെ വികസന നേട്ടങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ അവർ മുമ്പോട്ട് വെക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഓരോ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായിക്കോട്ടെ അവരൊക്കെ തന്നെ അവരുടെ വാർഡുകളിൽ ഇടതുപക്ഷം നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ. ഇപ്പോൾ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പം ആനിക്കാട് ഡിവിഷനിലെ പ്രതിനിധി കൂടിയായിരിക്കും, CPI അംഗവും ഇടതുപക്ഷം കൂടിയായിരിക്കും രാജീവ് P. രാജപ്പൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമായിരുന്നു. 10,60,00,000 രൂപയുടെ വികസന പദ്ധതികളാണ് ഈ ആനിക്കാട് ഡിവിഷനിൽ മാത്രം രാജീവ് P. രാജപ്പൻ നടപ്പാക്കിയെന്ന അവകാശപ്പെടുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ്. അപ്പം സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടത്തിനൊപ്പം തന്നെ ആ വാർഡുകളിൽ നടപ്പാക്കിയ വികസനം. ഇനി വളരെ വേഗത്തിൽ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ LDF കൊണ്ട് ആത്മവിശ്വാസത്തിലാണ്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉടൻ നടത്തും. 90% മറ്റ് ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികളുടെയൊക്കെ തന്നെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപനവും തീരുമാനമായി കഴിഞ്ഞു. അവശേഷിക്കുന്ന ഉടൻ നടത്തുന്നത്. UDFിനെ സംബന്ധിച്ചോളം വലിയ പ്രതിസന്ധിയുണ്ട്. കാരണം UDFിൽ ഈ റിബൽ മത്സര സ്ഥാനാർത്ഥികളുടെയൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ താഴെത്തട്ടിൽ നടപ്പാക്കിയില്ലെങ്കിൽ 6 അംഗ ഉപരി കമ്മിറ്റിയിലേക്ക് നിർദ്ദേശം നൽകണമെന്നൊക്കെയാണ് UDF പറഞ്ഞിരിക്കുന്നത്. അതിൽ സന്തോഷ് റിപ്പോർട്ടുകൾ യൂത്ത് കോൺഗ്രസ് വലിയ തലവേദനയാക്കുകയാണ്. കാരണം
കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. എന്നാൽ അമ്പേ നിരാശയായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തഴഞ്ഞ് മുതിർന്ന നേതാക്കളെയാണ് പലയിടത്തും സ്ഥാനാർത്ഥിയാക്കിയത്. ഇത്തവണയെങ്കിലും സീറ്റ് കിട്ടുമോ എന്ന ആഗ്രഹത്തോടെ യൂത്ത് കോൺഗ്രസും വിലപേശലിലുണ്ട്. അതുപോലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണുള്ളത്. കെ എം മാണിയുടെ കേരള കോൺഗ്രസ് വിട്ടുപോയ ശേഷം ജോസഫ് ഗ്രൂപ്പ് ക്ഷയിച്ചതാണ്. എന്നാൽ ജോസഫ് ഗ്രൂപ്പിന് അത്തരം തങ്ങളുടെ രാഷ്ട്രീയ ശക്തി കുറഞ്ഞതായിട്ടൊരു മട്ടുമില്ല. കോൺഗ്രസുമായി സീറ്റ് വിലപേശുകയാണ്. ഏറ്റവും ഒടുവിൽ എൻ ഡി എയിലേക്ക് വരുമ്പോൾ എൻ ഡി എക്ക് വിരീഷ പറഞ്ഞതുപോലെ 3 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയാണുള്ളത്. ആ മുനിസിപ്പാലിറ്റി പന്തളം മുനിസിപ്പാലിറ്റിയാണ്. നമുക്കറിയാം പന്തളം മുനിസിപ്പാലിറ്റി BJP അധികാരത്തിൽ വന്ന തമ്മിലടി രൂക്ഷമായിരുന്നു. പലതവണ ചെയർപേഴ്സണും അല്ലെങ്കിൽ അധ്യക്ഷയും നഗരസഭയിലെ BJP കൗൺസിലുമായിട്ടുള്ള പോർവിളികൾ, അവർ തമ്മിലുള്ള മറ്റ് പല സംഭാഷണങ്ങളൊക്കെ തന്നെ വളരെ വാർത്തകൾ ഇടം പിടിച്ചതാണ്. അപ്പോൾ അതുപോലെ അഴിമതി ആരോപണം. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചുള്ള പന്തളം നഗരസഭ നിലനിർത്തുക തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. കുളനടം ഗ്രാമപഞ്ചായത്തും കവിയുടെയൊക്കെ തന്നെ വലിയ മത്സരമാണ് ഇത്തവണ ഉണ്ടാകുക. അങ്ങനെ BJPയെ സംബന്ധിച്ചോളം നില മെച്ചപ്പെടുത്തുന്നപ്പുറത്തേക്ക് നിലവിലെ സീറ്റുകൾ നഷ്ടപ്പെടാതെ, മാനം നഷ്ടപ്പെടാതെ മുമ്പോട്ട് പോകണമെന്നുള്ള കണക്കൂട്ടിലായിരിക്കാം BJP നിൽക്കുക. വിനീഷ.